ആയിക്കോട്ടെ ഞങ്ങളുടെ അമ്മൂമ്മയുടെ ധർമ്മദൈവത്തിൻ്റെ അവിടോട്ട് പോവാണ് കേട്ടോ. അപ്പം ഒന്നല്ല രണ്ടമ്പലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അതായത് ചെറുവള്ളി ചിറക്കടവ്, ഇതാണ് അമ്പലങ്ങളുടെ പേര്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ്. ഞങ്ങൾ ലേറ്റായി, രാവിലെ പോകാൻ പറ്റിയില്ല, കാർത്തി നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വേണ്ട, വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ്, 5:30 ആയി ഇറങ്ങിയപ്പോൾ. എന്തായാലും ഒരു ദീപാരാധനയൊക്കെ കഴിയുന്ന ടൈമിലേക്ക് അവിടെ എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാറായി. അപ്പോൾ കുറച്ച് അമ്പലങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൈസൂർക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ എത്തിച്ചേർന്നു. സത്യം പറയാമല്ലോ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അതായത് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ, ഞങ്ങളങ്ങനെ അമ്പലങ്ങളിൽ പോകാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ വീഡിയോസ് വരുന്നത്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയിരിക്കുന്ന അമ്പലം ചെറുവള്ളിയാണ് കേട്ടോ, ചെറുവള്ളി ക്ഷേത്രമാണ്. അപ്പോൾ അവിടോട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും ഇത് കഴിഞ്ഞിട്ടാണ് ചെറുക്കടവിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്ത് കയറുന്ന അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അകത്താണെങ്കിൽ ഈ ചെമ്പരത്തിയില്ലേ, ചെമ്പരത്തിയുടെ ഈ വിടര ചെമ്പരത്തി എന്നാ ചെമ്പരത്തിയുടെ പേര്, അത് വെച്ചിട്ടൊരു മാലയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എത്ര തവണ വന്നിട്ടുണ്ട്, അത്രയും തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ. ഇവിടെ അമ്മയ്ക്ക്, അതായത് ദേവിക്ക് ആ മാലയാണ് കേട്ടോ ചാർത്തി കൊടുക്കുന്നത്. നല്ല ഭംഗിയാണ് അതങ്ങനെ കെട്ടിയേക്കുന്നത് കാണാൻ. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല, അതകത്ത് വിഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെമ്പരത്തിയാണ് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ചുമന്ന പൂക്കളാണ് കേട്ടോ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് തൊഴുതിറങ്ങി കേട്ടോ. ഇവിടെ ഒരു നടയും കൂടെ ഉണ്ട് കേട്ടോ, ജഡ്ജിയമ്മാവൻ എന്നാണ് കേട്ടോ ആ ഒരു നടയുടെ പേര്. അതായത് കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പരിഹരിക്കാൻ ഇവിടെ വഴിപാട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം. അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ടുള്ള അതങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അവിടത്തിനെ പറ്റി. അവിടെ ഇപ്പം കരിക്കും അടയുമാണ് കേട്ടോ അവിടുത്തെ പ്രധാന വഴിപാട്. അപ്പോൾ ഞങ്ങളിതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. ഇപ്പം അമ്മ പോകുന്നില്ലേ, അമ്മയും അച്ഛനും കൂടാണ് പോകുന്നത്. അവിടാണ് കേട്ടോ. അപ്പോൾ ആ നട 8 മണിക്ക് ശേഷമേ തുറക്കത്തുള്ളൂ കേട്ടോ. അത് എപ്പോഴും ഞങ്ങൾ ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾ പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ നടന്നേനെ. പക്ഷെ ഞങ്ങൾക്ക് ചെറുക്കടവിലൂടെ പോകണമല്ലോ. അപ്പോൾ അവിടെ ആകെ 8 മണി വരെ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അതുകൂടെ തുറന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് അവിടെ കഞ്ഞിയും, വൃശ്ചിക മാസമല്ലേ, അപ്പം കഞ്ഞിയും പയറും അച്ചാറും ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ ഈ കഞ്ഞിയും ഇതൊക്കെ കഴിക്കുമ്പം, ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ എന്താണെന്നറിയത്തില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റായി. എന്തായാലും ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിനൊരു കുഞ്ഞു ബോളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവനിങ്ങനെ ഇതൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് അവന് കൂടുതൽ കൊടുക്കുന്നത്. കാരണം ഫോൺ കൊടുക്കാതെ എങ്ങനെ കുഞ്ഞിനെ ഇതാക്കാം, അതായത് വളർത്തിയെടുക്കാം എന്നുള്ള പരീക്ഷണത്തിലാണ്. കാണുന്ന കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ വാങ്ങാറുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് എത്തി കേട്ടോ, ചെറുക്കടവിലാണ്. അപ്പം ഞങ്ങൾ കറക്റ്റ് 7:45 കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. ഇനി 8 മണി, 15 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് പൊക്കോ എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം സമയം നോക്കിയപ്പം 7:45. അപ്പോൾ ഇനിയും ശിവേലി എന്ന് പറയും, അതിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊഴാൻ പറ്റില്ലല്ലോ, നട അടയ്ക്കുമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ എത്തി. കറക്റ്റ് ടൈമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എന്തായാലും അവർ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ദൂരത്തുനിന്ന് വരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്തായാലും പറഞ്ഞു പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങിക്കോ, വലത്ത് വെക്കണ്ട എന്ന് പറഞ്ഞു. കാരണം സമയമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് തൊഴുതിറങ്ങി കേട്ടോ, പെട്ടെന്ന് തൊഴുതിറങ്ങി. ഇവിടെ മഹാദേവനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ എന്തായാലും നന്നായിട്ട് തൊഴുത് കുറച്ച് നേരം അവിടെയൊക്കെ റിലാക്സ് ആയിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ.
ഇനി എന്തായാലും ഞങ്ങളങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു വലത്ത് കണ്ട് തൊഴുതിട്ട് ഞങ്ങൾ ദേ ഇറങ്ങുവാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർത്തിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒന്ന് കാർ പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് കാർത്തിക്ക് ഫുഡൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് കാർത്തിക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആക്കി ഓക്കെ ആക്കിയിട്ട് ഉറക്കിയിട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. അപ്പോഴത്തേക്ക് വലിയച്ഛനെ കണ്ടു കേട്ടോ. അപ്പം വലിയച്ഛനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ കാറിൽ നിന്ന് അപ്പുറത്തെ കാറിൽ പോകണമെന്നുള്ള ആവേശത്തിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഗ്ലാസ്സൊക്കെ താത്തിട്ട് ആദ്യമായിട്ടാണ് ആൾ കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അവരെ മീറ്റ് ചെയ്തതിൻ്റെ. പിന്നെ അധിക നേരം ഞങ്ങളവിടെ നിന്നില്ല, കാരണം ശരിയാവില്ലെന്ന് മനസ്സിലായി. ഇവനെ ചെറിയ നിർബന്ധമൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ദേ നിങ്ങളും കേട്ടോളൂ, റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഥാപ്രസംഗമായിരുന്നു. സ്വഭാവവും പെരുമാറ്റമൊക്കെ വഷളായി. എങ്കിലും ചങ്ങമ്പുഴയുടെ കവിതാസൃഷ്ടിക്ക് ഒരു തകരാറുണ്ടായി. ചങ്ങമ്പുഴയുടെ ആദ്യ കവിതാസമാഹാരവില പ്രസിദ്ധീകരിക്കപ്പെട്ടു. ബാഷ്പാഞ്ജലി. ചങ്ങമ്പുഴ പ്രസിദ്ധനായപ്പോ അസൂയമൂത്ത സാഹിത്യ പ്രമാണിമാർ പലരും പരിഹസിച്ചു. കരയുന്ന കവിതകൾ സൃഷ്ടിച്ച് ചങ്ങമ്പുഴ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. പക്ഷേ വെല്ലുവിളികളെ പുല്ലുപോലെ നേരിട്ടു ചങ്ങമ്പുഴ. അങ്ങനെ ഏറെ പ്രശസ്തനും ശ്രദ്ധേയനുമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് ചങ്ങമ്പുഴ കുറിച്ചുള്ള എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് ചേർന്നത്. പക്ഷെ അപ്പോഴും ചങ്ങമ്പുഴയേക്കാൾ സർഗസിദ്ധനായ കവിയുണ്ടല്ലോ കൂട്ടുകാരൻ ഇടപ്പള്ളി രാഘവൻപിള്ള. എന്തായാലും കഥാപ്രസംഗമൊക്കെ കേട്ട് ഞങ്ങൾ സേഫായിട്ട് ഇങ്ങനെ എത്തി കേട്ടോ. വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത കലാപരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ പഴയ പോലെയല്ല, ഇങ്ങനെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഉറക്കളച്ചാലും കുഴപ്പമില്ല. ശുഭം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.